പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ AI കാലഘട്ടത്തിൽ ബ്രാൻഡിങ്ങിന് എന്താണ് ഒരു വ്യത്യാസം, എന്താണ് വേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. പണ്ട് കാലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പത്രം വായിക്കുന്നു, അതിലൊരു 10 പേജ് ഉണ്ടാകും. നമുക്ക് ഇഷ്ടപ്പെട്ട പേജാണ് വായിക്കുന്നതെങ്കിലും മറ്റു പേജുകളും കണ്ണിലുടക്കാറുണ്ട്, മറിച്ച് പോകുമ്പോഴെങ്കിലും കണ്ണിലുടക്കും. പക്ഷേ ഈ AI കാലഘട്ടത്തിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ നമുക്കൊരു ഇഷ്ടമുണ്ടാകും. ഇപ്പോൾ ഞാനൊരു ഡാൻസും പാട്ടും എൻ്റർടൈൻമെൻറ്റും ഒക്കെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ വാളിലേക്ക്, എൻ്റെ ഫീഡിലേക്ക് ഇത്തരം കണ്ടൻറ്റുകൾ മാത്രമേ വരുള്ളൂ. അതിലൊരു രാഷ്ട്രീയക്കാരൻ്റെ കണ്ടൻറ്റ് ചിലപ്പോൾ വരില്ല, ഒരു ബിസിനസ് കണ്ടൻറ്റ് വരില്ല. വളരെ സെലക്റ്റഡ് ആയിട്ട് എനിക്ക് വേണ്ട കണ്ടൻറ്റുകളാണ് AIയും അല്ലെങ്കിൽ ഫേസ്ബുക്കും ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോമുകളെല്ലാം തരുന്നത്. അപ്പോൾ അത്തരം കണ്ടൻറ്റുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഒരു തലമുറ കാണുന്നത്. പഴയ പോലെ എല്ലാ കണ്ടൻറ്റും കാണുന്നില്ല. അപ്പോൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ആരാണെങ്കിലും ബ്രാൻഡിങ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യണം? ഇത്തരം ഫീഡുകൾ മനസ്സിലാക്കിയിട്ട് ആ ഫീഡുകളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കണ്ടൻറ്റുകൾ ചെയ്യണം. ഇപ്പോൾ ഷാഫി പറമ്പലിനെ പലരും കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കളിയാക്കാറുണ്ട്. റിയൽ ലൈഫ് ഇതല്ല, റിയൽ ലൈഫാണ് എപ്പോഴും കാണിക്കുന്നത് എന്നുള്ളത്. ആ റിയൽ ലൈഫിൽ അദ്ദേഹം കാണിക്കുന്ന കാര്യങ്ങൾ സാധാരണക്കാരുടെ ഫീഡുകളിലേക്ക് അല്ലെങ്കിൽ സാധാരണ കോമൺ മനുഷ്യൻ്റെ ഫീഡിലേക്ക് എത്തുന്നത് കൊണ്ടാണ് അദ്ദേഹം ഒരു ബ്രാൻഡാകുന്നത്. അപ്പോൾ പലർക്കും ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇത്തരം റീൽ ചെയ്യാത്തത്. അപ്പം ഒരു വ്യക്തി ബ്രാൻഡാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന് റീച്ച് ഉണ്ടാകണമെങ്കിൽ അവരുടെ ഫീഡിലേക്ക് ചെല്ലുന്ന എല്ലാ തരം കണ്ടൻറ്റുകളും എല്ലാ സമഗ്രമായ പഠനങ്ങളും നടത്തിയിട്ട് വേണം ഒരു റീൽ ഇടാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും. എന്നാൽ മാത്രമേ ബ്രാൻഡാകാൻ പറ്റുള്ളൂ. അത് ചെയ്യാതിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് വലിയൊരു മണ്ടത്തരമാണ്. അതുകൊണ്ട് നമ്മൾ പത്രം വായിക്കുന്നത് പോലെ തന്നെ ഓരോ AI അൽഗരിതങ്ങളും എന്ത് ചെയ്യണം? ഒരു ബിസിനസ് ഓണറും അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിലേക്ക് പോകുന്ന ഏതൊരു വ്യക്തിയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ ബ്രാൻഡാകാൻ പറ്റില്ല.